ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. കാലാതീതമായ നാഗരികതയുടെ സന്ദേശവാഹകരാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് പ്രധാനമന്ത്രി. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സാവിത്രിബായ് ഫുലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മേഖലാ കേന്ദ്രം കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഇന്ന് ഝാർഖണ്ഡിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ഹരിത ദൌത്യങ്ങൾക്ക് ശക്തി പകരുന്ന അനേർട്ട് അക്ഷയ ഊർജ മൊബിലിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഡി ഗുകേഷ്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പോർട്ട് ഓഫ് സ്പെയിനിലെത്തി. ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസറുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പോർട്ട് ഓഫ് സ്പെയിനിൽ ഇന്ത്യൻ പ്രവാസി സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹം വെറും കുടിയേറ്റക്കാരല്ല എന്നും കാലാതീതമായ ഒരു നാഗരികതയുടെ സന്ദേശവാഹകരാണെന്നും അദ്ദേഹം പറഞ്ഞു. Is our pride, and have often said, each one of you is a Rashtradoot, an ambassador of India's values, culture and heritage. We are mapping the past and bringing people closer for the bright future. We are actively working on creating a comprehensive database of the Girmetia community. 1999 ശേഷം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി തലത്തിൽ നടക്കുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. നിരവധി ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അവിടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യും. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഇനി അർജന്റീന സന്ദർശിക്കും. ഇന്നും നാളെയുമായി അദ്ദേഹം വിവിധ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. 57 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. പ്രതിരോധം, കൃഷി, ഖനനം, എണ്ണ, വാതകം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി നിരവധി പ്രധാന വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രസീൽ സന്ദർശന വേളയിൽ ബ്രിക്സ് ഉച്ചകോടി മികച്ച ചർച്ചകൾക്ക് വേദിയാകുമെന്ന് ബ്രസീലിലെ ഇന്ത്യൻ അംബാസഡർ ദിനേശ് ഭാട്ടിയ. ഈ മാസം 6-7 തീയതികളിൽ റിയോ ഡി ജനീറോയിലാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുക. ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ബ്രസീൽ പ്രസിഡന്റുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുമെന്നും ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ശ്രീ ഭാട്ടിയ പറഞ്ഞു. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കൂടുതൽ പ്രാതിനിധ്യപരവും ആധുനികപരവുമായ TRP സംവിധാനത്തിന്റെ ആവശ്യകത മുൻനിർത്തി 2014 പുറത്തിറക്കിയ നയ മാർഗനിർദ്ദേശങ്ങളിലാണ് മാറ്റം വരുത്തുക. ഇത് സംബന്ധിച്ച് കേന്ദ്രം പുറത്തിറക്കിയ നിർദ്ദിഷ്ട കരട് മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള ചില നിയന്ത്രണ വ്യവസ്ഥകൾ നീക്കിയിട്ടുണ്ട്. TV റേറ്റിംഗുകൾ നൽകുന്ന ഏക ഏജൻസിയായ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ ന് പുറമെ കൂടുതൽ ഏജൻസികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. 30 ദിവസത്തിനുള്ളിൽ ഭേദഗതികൾ സംബന്ധിച്ച അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ 1 ലക്ഷം കോടിയിലധികം വരുന്ന തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റെടുക്കലിന് അംഗീകാരം നൽകി. ആംഡ് റിക്കവറി വെഹിക്കിളുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, സർഫസ് ടു എയർ മിസൈലുകൾ തുടങ്ങിയവ വാങ്ങുന്നതിനാണ് അനുമതി ലഭിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അഭ്യർത്ഥന വൈറ്റ് ഹൌസ് നിരസിച്ചെന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സാമൂഹ്യ മാധ്യമ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. സാവിത്രിബായ് ഫുലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മേഖലാ കേന്ദ്രം ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ സേവന വിതരണം മെച്ചപ്പെടുത്തുന്നതിൽ പുതിയ കേന്ദ്രം സുപ്രധാന പങ്ക് വഹിക്കും.
ഡൽഹിയിൽ ഉപയോഗ പരിധി കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇന്ധനം നിഷേധിക്കുന്നത് നിർബന്ധമാക്കുന്ന നടപടി നിർത്തിവെക്കാൻ ഡൽഹി സർക്കാർ വായു ഗുണനിലവാര മാനേജ്മെന്റ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ ഇത് സംബന്ധിച്ച് CAQMന് കത്ത് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അനർട്ട് അക്ഷയ ഊർജ മൊബിലിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. അനർട്ടിന്റെ വെഹിക്കിൾ ടു ഗ്രിഡ് പൈലറ്റ് പദ്ധതി, വൈദ്യുത ഗ്രിഡ് സംയോജിത ഊർജ്ജ സംഭരണ സംവിധാനം തുടങ്ങി 4 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക. കേരളത്തിന്റെ ഹരിത ദൌത്യങ്ങൾക്ക് ശക്തി പകരുകയാണ് ലക്ഷ്യം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന് വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജ് ഇന്നലെ അറിയിച്ചിരുന്നു. കേന്ദ്രം ഭക്ഷ്യവിഹിതം നിഷേധിച്ചാലും ഓണക്കാലത്ത് ന്യായവിലയിൽ ജനങ്ങൾക്ക് അരി എത്തിക്കുമെന്ന് മന്ത്രി GR അനിൽ. റേഷൻ കടകൾ വഴി ആവശ്യമായ അരി വിതരണം ചെയ്യാനാണ് തീരുമാനം. വെളിച്ചെണ്ണ വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാത മരണങ്ങളുമായി കോവിഡ് വാക്സിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ചവർക്ക് പെട്ടെന്നുള്ള ഹൃദയാഘാത സാധ്യത കുറവാണെന്ന് ICMRഉം എയിംസും നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടുന്നതായി കാർഡിയോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രാജീവ് നരംഗ് പറഞ്ഞു. Studies have been done by ICMR and by AIIMS. See what they found, what were the major factors which led to kind of increase in the chances of sudden death. And these factors were that if there is a past COVID hospitalization, family history of sudden death, then those who take alcohol and binges, they are more prone to have sudden death. The use of recreational drugs and substances. And similarly, these also include the, performance enhancing agents or those agents, which are used for bodybuilding and supplements which are used. ക്രൊയേഷ്യയിൽ നടക്കുന്ന ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിന്റെ 6ാം റൌണ്ടിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഡി ഗുഗേഷ്. ഗുഗേഷിന്റെ തുടർച്ചയായ 5ാം വിജയമാണിത്. നേരത്തെ ഇന്ത്യയുടെ തന്നെ പ്രജ്ഞാനന്ദയെ 5ാം റൌണ്ടിൽ ഗുഗേഷ് പരാജയപ്പെടുത്തിയിരുന്നു. ടൂർണമെന്റിൽ ഇനി 3 റൌണ്ടുകൾ ശേഷിക്കെ ഗുഗേഷിന് 10 പോയിന്റിന്റെ ലീഡുണ്ട്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ മികച്ച നിലയിൽ. ഇന്നലെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ ഡബിൾ സെഞ്ചുറിയുടെ കരുത്തിൽ 587 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി ശുഭ്മൻ ഗിൽ 269 റൺസും രവീന്ദ്ര ജഡേജ 89 റൺസുമാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസ് എന്ന നിലയിലാണ്. പ്രഥമ ഖേലോ ഇന്ത്യ ജലകായിക മേളയ്ക്ക് ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ വേദിയൊരുങ്ങും. അടുത്ത മാസം 21-ന് മേളയ്ക്ക് തുടക്കമാകുമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. 3 ദിവസത്തെ മത്സരത്തിൽ കയാക്കിംഗ്, കനോയിംഗ്, റോയിംഗ്, വാട്ടർ സ്കീയിംഗ്, ഷിക്കാര റേസ്, ഡ്രാഗൺ ബോട്ട് റേസ് എന്നിവ നടക്കും. സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 400-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US ഭരണകൂടത്തിന്റെ നികുതി ബിൽ കോൺഗ്രസ് പാസാക്കി. ട്രംപ് ഒപ്പുവയ്ക്കുന്നതോടെ ബിൽ നിയമമാകും. ഇന്നലെ ചേർന്ന പ്രതിനിധി സഭയിൽ 218-നെതിരെ 214 വോട്ടുകൾക്കാണ് ബില്ല് പാസായത്. US പ്രസിഡന്റ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിശേഷിപ്പിച്ച ബില്ലിലൂടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി തുക ചെലവഴിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2017-ൽ ട്രംപ് കൊണ്ടുവന്ന താൽക്കാലിക നികുതി നിർദ്ദേശങ്ങൾ സ്ഥിരമാക്കുക, സാമൂഹിക സുരക്ഷാ സ്വീകർത്താക്കൾക്ക് ഉൾപ്പെടെ നികുതി ഉയർത്തുക, ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ മേഖലയിലെ വിഹിതം വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയവയും ബില്ലിലുണ്ട്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്നു. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. കാലാതീതമായ നാഗരികതയുടെ സന്ദേശവാഹകരാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് പ്രധാനമന്ത്രി. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഭേദഗതി വരുത്താൻ നിർദ്ദേശിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സാവിത്രിബായ് ഫൂലെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മേഖലാ കേന്ദ്രം കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ഇന്ന് ഝാർഖണ്ഡിൽ ഉദ്ഘാടനം ചെയ്യും.
കേരളത്തിന്റെ ഹരിത ദൌത്യങ്ങൾക്ക് ശക്തി പകരുന്ന അനർട്ട് അക്ഷയ ഊർജ ഇ മൊബിലിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗ്രാൻഡ് ചെസ് ടൂർണമെന്റിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഡി ഗുഗേഷ് ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ലിന് ഇരട്ട സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.